ഗായ്സ് വെൽക്കം ബാക്ക് ടു റോക്ക് സ്റ്റാർ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗ്രാനി ഫോറായിട്ടാണ്. കിട്ടത്തില്ല, നമ്മൾ ഗൂഗിൾ എത്തിക്ക് വഴി കയറ്റിയാണ്. നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന് നോക്കാം. ഇത് എസ്കേപ്പ് ആകാൻ പറ്റില്ലെങ്കിൽ അടുത്ത പാർട്ടാണ് വെച്ചാൽ നിങ്ങൾ കമ്മല് അടുത്ത പാർട്ടിനായി ഇരുന്നായിരിക്കും. ഇപ്പം നമുക്ക് എന്തായാലും എല്ലാവരും വെച്ചോക്കണം. സെൻറ്ററിൽ വേണം, വേണ്ട സെൻറ്ററിൽ വേണ്ട, അത് വേണ്ട, ഒരു മൂന്നേരം മതി. നമുക്കതൊന്ന് നിങ്ങൾക്കറിയാലോ, ആദ്യം തന്നെ അതിൻ്റെ മരമേക്ക് നമ്മൾ കണക്കിട്ടടിച്ച് ഗ്രാനി ഓർത്തേക്കുള്ളൂ. ഗൈസ് പിന്നെ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ സ്കിപ്പ് അടിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും കാണണം. അപ്പം ഇപ്പം നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഇത് മരം ഇപ്പം മരമാണ്. നമ്മൾ മരം എടുക്കാൻ മാറ്റുമ്പോൾ നമ്മൾക്ക് നൊഹാരോ നമ്മളെ മാന്തിക്കൊല്ലും ഗൈസ്. ഇതാണ് ഈ പ്രശ്നം. എസ്കേപ്പ് ആകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അടുത്ത പാർട്ടായിട്ടിടും. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ നൊഹാരോ ഒരു ബാക്കിൽ എന്ത് പറയും ഗൈസ്, അയ്യോ ചത്തോഴി. അപ്പം നമ്മൾ ഗ്രാനി ഫോറിലെ ഗ്രാനിൻ്റെ വീട്ടിലുണ്ട് ഗൈസ്. ഗൈസ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ എവിടെയെങ്കിലും പുറത്തോടെ കിള്ളി വെക്കണം ഗൈസ്. നമുക്കെല്ലാം ഇവിടെ എവിടെയും ഉണ്ട് ഗൈസ്. അതെ ഇത് തന്നെയാണ് ഗൈസ് നമുക്ക് വേണ്ടത്. അയ്യോ തവളുണ്ട് ഗൈസ്. നമ്മൾ അയ്യോ ഗൈസ് തള്ള പാടി കേട്ടോ. തള്ള വിളിച്ചാണ്. എന്താണ് ശരിക്കും കാണിച്ചത്? ഒരു സമയം വെറുതെ പോയി കഴിച്ചു, വെറുതെ ഐസിയിലൊക്കെ തന്നെ അയ്യോ പച്ച മണ്ണിൻ്റെ പൈസകളൊക്കെ തുറണോ. കാറ്റ് തന്നെ ഗ്രാനി, അവൻ ഇറങ്ങിട്ട് അവൻ്റെ കാര്യം കഥ. ഇവരെല്ലാവരും കൂടി എന്നെ പൂട്ടാൻ നിൽക്കുന്നത്. എനിക്ക് വന്നാലേ ഞാനാണ് വന്നാലും വീട്ടിലോട്ട് കൊണ്ടുവന്നത്. നീ പുറത്തോട്ട് ഇറങ്ങാ. എല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് പുതിയ പുറത്തോട്ടിറങ്ങിയ അവിടെ അവനുണ്ട്. അവനോട് നോക്കിയാൽ ഗ്രാനിക്കാണുമ്പോൾ ഞങ്ങളെ പോയി മിക്കവാറും നമ്മൾ അടുത്ത പാർട്ടായിട്ട് ഇടേണ്ടി വരും ഗൈസ്. ഇതിന് എസ്കേപ്പ് ആയിട്ടാണ് കാര്യം. പിന്നെ ഗ്രാനി കള്ളവനുണ്ടാകാൻ നോക്കാം. ഗ്രാനിയാണ് ഗൈസ്. ഇവിടെ പോയിട്ട് ഈ ഡോർ തുറക്കണം. ഈ കട്ടിലടി വിളിച്ചിട്ടുണ്ട്. ഗ്രാനിക്കള്ള വരട്ടെ. എവിടെയാടാ നീ? നിന്നെ ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പറയില്ല. നിന്നെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പിടിച്ചു കലക്ടറിൽ കൊല്ലൂടാ. ഗ്രാനിയും ഗ്രാറ്റ്മയും ഹാരിക്കൊക്കെ എടുക്കുന്ന പ്ലാനുകളാണ് എന്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടത്. എൻ്റെ ട്രാപ്പ് പിടിക്കുക. ഒരു ദിവസം വെറുതെ പോകും ഗൈസ്. എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും പറഞ്ഞൂടെ. അപ്പോൾ ഗ്രാനി നമ്മളെ പിടിക്കും ഗൈസ്.
അയ്യോ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും തോന്നുന്നില്ല ഗൈസ്. ഇവരെല്ലാവരും കൂടി എന്നെ ട്രാപ്പാണ് ഗൈസ്. ഞാനൊരു സാധനം പോലും കണ്ടുപിടിച്ചില്ല. ഓൾഡ് ചെയ്യലാണ് എല്ലാവരും കൂട്ടും ഗൈസ്. ഒക്കത്തിന് ഓഹാരം ഉണ്ടാവും ഗൈസ്. അവൻ കയറി വരട്ടെ. അവന് കേൾക്കൂടാ. ഈ ബുക്കിലെ സ്ഥലം ഒഴിച്ചിട്ട് ചെയ്തെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. സൗണ്ട് നോഹാരോ അവന് ചെയ്യൂലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവൻ ഇറങ്ങിയാലേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. എസ്കേപ്പ് ആകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. മാക്സിമം നമ്മളോട് എസ്കേപ്പ് ആകാൻ നോക്കുന്നത് ലാസ്റ്റ് ബസ്. ഗൈസ് നിങ്ങൾ ലൈക്ക് അടിക്കാത്തതുകൊണ്ടാണ്, ലൈക്ക് എസ്കേപ്പ് ആവും ഗൈസ്. എനിക്ക് പവർ വേണം ഗൈസ്. നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യണം. വ്യവഹാരമാണ്. നമുക്ക് പുറത്തു പോകാം ഗൈസ്. ഗ്രാൻഡ് പവനുണ്ട് ഗൈസ്. ഓഹാ നിന്നാണിന്ന് ഔസിയിലാക്കി തരും. അത് ഗ്രാൻഡ് കളയുന്നുണ്ട്. പട്ടക്കളിപ്പോയി ഗൈസ്. നോഹാരം കൂടി ഇവിടെ നിന്ന് നമ്മ തീർന്നു. ഒന്നും പറയണം, നമ്മ തീർന്ന് ചത്തു ഗൈസ്. ഞാൻ വഴി വരുന്നുണ്ട്. ഇതൊന്ന് പോയി നോക്കാം. എന്ത് പറയാനാണ്. ഗ്രാൻഡിനെ കൊണ്ട് തോറ്റി. അയ്യോ ഗൈസ് ഗൈസ്, അയ്യോ ജോയിസ്റ്റിക്ക് സ്റ്റെക്കായി. പണ്ടാരാനങ്ങാനും ഞങ്ങളെ കൂട്ടി ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല, അതാണ് കാരണം. മനസ്സിലായി? ഇന്നും ഞാൻ വീഡിയോ ഇടുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഈ സ്നോഹാരം ഞാൻ തോന്നുന്നു. ഗെയിം ഓവറായി ഗൈസ്. നമുക്കിനി നിങ്ങൾ കമൻറ്റ് ഇടും. നമ്മ ഇത് വേണമെങ്കിൽ ഒന്നുകൂടി കളിക്കുന്നതായിരിക്കും. അത് എന്തായാലും എസ്കേപ്പ് ആവും. ഇതിപ്പോൾ എസ്കേപ്പ് ആകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റും ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.